السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 29ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകളെല്ലാം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തുൽ ഫിത്രി തുഹ്റത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ് വതുഅമത്തൽ ലിൽ മസാകീൻ. സാധുക്കളുടെ ഭക്ഷണവും നോമ്പിൽ വിശ്വാസികൾക്ക് വന്നതാകുന്ന സർവ്വ പിഴവുകൾ പരിഹരിക്കുന്നതിനു വേണ്ടിയും അതിനെ പരിപൂർണമായി സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സൗമുൽ അബ്ദി മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ നോമ്പ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ നോമ്പിന്റെ കബൂലിയത്ത് അഥവാ അതിന്റെ സ്വീകാര്യത ഉണ്ടാകുന്നത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെയാണ്. ഒമൻ അദ്ദാ സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് ആരെങ്കിലും നൽകി കഴിഞ്ഞാൽ ജഅലല്ലാഹു ലഹു ജനാഹൈനി അഖ്ളറൈനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് 2 പച്ച ചിറകുകൾ അല്ലാഹു നൽകും. ആ ചിറക് വെച്ചുകൊണ്ട് ആകാശത്ത് ലോകത്തേക്ക് അത് പറക്കും. അല്ലാഹുവിന്റെ അർശിനടുക്കലുള്ളതാകുന്ന വിളക്കിൽ ഖിന്ദീലിൽ ചെന്നുകൊണ്ട് അത് നിലകൊള്ളുകയും ആ വിളക്ക് അത് പ്രകാശിക്കാൻ കാരണമായി തീരുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ ഫിത്ർ സക്കാത്ത് വളരെയേറെ മർമ്മപ്രധാനമാണ്. ഒരു മുസ്ലിം അവൻ ഇതുവരെ അനുഷ്ഠിച്ചതാകുന്ന നോമ്പുകൾ പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതിന് നിദാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്ത് ഓർമ്മപ്പെടുത്തുന്നു. ശാഫിഈ മദ്ഹബ് പ്രകാരം 3 കിലോ അരി, ഏറ്റവും സൂക്ഷ്മത പ്രകാരമാണ് ഈ പറയുന്നത്, 3 കിലോ അരി അർഹതപ്പെട്ട സക്കാത്തിന് അർഹതപ്പെട്ടതാകുന്ന പാവങ്ങൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രഭാതം മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയുള്ള സമയമാണ് ശാഫി മദ്ഹബ് പ്രകാരം. തലേന്ന് പിറ കണ്ടത് മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം, റമദാൻ 1 മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ റമദാൻ 1 മുതൽ കൊടുക്കുമ്പോൾ പെരുന്നാളിന്റെ സുദിനത്തിൽ വാങ്ങിയ വ്യക്തി അത് വാങ്ങാൻ അർഹനും കൊടുത്ത വ്യക്തി അത് കൊടുക്കാൻ അർഹനുമായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും താൻ ചെലവഴിക്കുന്നതാകുന്ന ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ചെലവുകൾ കഴിച്ച് മിച്ചമുള്ള വ്യക്തിയാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായി കാണാം, 10 നേട്ടങ്ങളാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ നേട്ടം, യുതഹിറു ജസദഹു മിനദ്ദുനൂബ്. സർവ്വവിധ പാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും, അവനെ പരിശുദ്ധിപ്പെടുത്തുമെന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത്, യഅ്തിഖു മിനന്നാർ. നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ മോചനം അല്ലാഹു അവന് നൽകുന്നതാണ്. മൂന്നാമത്തത്, യസീറു സൗമഹു മഖ്ബൂലൻ. അവന്റെ നോമ്പ് പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതാകും. നാലാമത്തത്, തൂജിബുൽ ജന്നത. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർബന്ധമാക്കുന്നതാണ്. അഞ്ചാമത്തത്, ഖബറിൽ നിന്ന് പരിപൂർണമായ നിർഭയത്വത്തോടുകൂടി മഹ്ശറയിലേക്ക് അവൻ എഴുന്നേൽക്കുന്നതാണ്. ആറാമത്തേത്, ആ വർഷം മുഴുവനും അവൻ ചെയ്ത സർവ്വ അമലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഏഴാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ ശഫാഅത്തിന് ശുപാർശയ്ക്ക് അവൻ തീർച്ചയായും അനുഗ്രഹീതനാകുന്നതാണ്, ശുപാർശ അവന് പരിപൂർണമായി ലഭിക്കുന്നതാണ്. എട്ടാമത്തെ നേട്ടം, തീർച്ചയായും സിറാത്ത് പാലം അതിവേഗത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കാൻ അവന് സാധിക്കുന്നതാണ്. ഒമ്പതാമത്തത്, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ അവന്റെ നന്മ ഭാരമുള്ളതാകുന്നതാണ്, നന്മയുടെ ത്രാസ് ഭാരമുള്ളതാകുന്നതാണ്. പത്താമത്തത്, പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിനെ മായ്ക്കുന്നതാണ്. ആകയാൽ പരിശുദ്ധമാക്കപ്പെട്ട സക്കാത്തുൽ ഫിത്ർ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാൾ പോലും അതിൽ അശ്രദ്ധ വെക്കാതെ സസൂക്ഷ്മം
ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ ശരീരത്തിന് നിർബന്ധമാക്കപ്പെട്ട സക്കാത്ത് കൊടുത്ത കിട്ടിയ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.